الحمد لله الحمد لله الذي بنعمته تتم الصالحات. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, പടച്ചറപ്പിന്റെ പരിധികളും കൽപ്പനകളും നിരോധനങ്ങളും യഥാവിധം പാലിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പടച്ചവനും കീഴ്പ്പെട്ടുകൊണ്ടും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് റൂഹ് പിരിയുന്ന നേരം വരെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി മരണം വരെ നിലനിന്നു പോകാൻ, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ, നാളെ സ്വാലിഹീങ്ങളോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ, അവസാനം അല്ലാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിച്ചിട്ടുള്ള പടച്ചവന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനോട് നമ്മൾ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമദാൻ 27ാമത്തെ പകല് വെള്ളിയാഴ്ചയിലാണ് അല്ലാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇനി അവശേഷിക്കുന്നത് 2 കൂടിയാൽ 3 ദിവസങ്ങൾ മാത്രമാണ്. ഇനി ഈ റമദാനിൽ ഏതായാലും ഇതുപോലെ അല്ലാഹുവിന്റെ ഈ ഭവനത്തിൽ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനിയും ധാരാളം റമദാനുകൾ ആഫിയത്തോടു കൂടി ആവർത്തിക്കുവാനുള്ള ആയുസ്സും അവസരവും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 27 രാപ്പകലുകളിലായി പടച്ചവനോട് മിണ്ടിയും പറഞ്ഞു സ്വകാര്യ ദുഃഖങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിരത്തി വെച്ചു.
നമ്മുടെ ദയാഹരജികൾ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിച്ച് പരിഹാരം ആവശ്യപ്പെട്ടു കഴിഞ്ഞുകൂടിയ നാളുകളായിരുന്നു. ഇപ്പോ റമദാനിന്റെ ഏകദേശം അതിന്റെ അവസാന നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയിരുത്തലിനുള്ള ഒരു അവസരം കൂടിയാണ്. റമദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുന്നിടത്ത്, പ്രാവർത്തികമാക്കുന്നിടത്ത് എത്ര കണ്ട് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തൽ ഈ സന്ദർഭത്തിലെങ്കിലും വളരെ പ്രസക്തമാണ്. എങ്ങനെയായിരുന്നു നമ്മൾ ഈ റമദാനിനെ പ്രയോജനപ്പെടുത്തിയത് എന്നും നമുക്ക് പരിശോധിക്കാൻ കഴിയണം. എത്രത്തോളമാണ് അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹീത റമദാനിൽ പടച്ചവനിൽ നിന്നുള്ള പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചത്, ആ പരിശ്രമങ്ങളിൽ എത്രത്തോളം നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഗ്രേഡ് കണക്കാക്കുന്ന കാലമാണല്ലോ ഇത്. റമദാനിന്റെ കാര്യത്തിലും നമുക്ക് ഏത് ഗ്രേഡാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തന്നെ പരിശോധിച്ച് നോക്കാൻ കഴിയണം. ചിലർക്കൊക്കെ A+ കിട്ടിയിട്ടുണ്ടാവും, മറ്റു ചിലർക്ക് A ഗ്രേഡ് ലഭിച്ചവരുണ്ടാവും, ചിലർക്ക് Bയും B+ ഒക്കെ പലതരത്തിൽ ഗ്രേഡ് ലഭിച്ചവരുണ്ടാവും. പലപ്പോഴും സമുദായത്തിൽ മഹാഭൂരിപക്ഷത്തിനും ലഭിക്കുന്നത് കേവലം സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ മാത്രമായി അവശേഷിക്കുകയും ചെയ്യാറുണ്ട്. ഒരു ഗ്രേഡിലും ഇടം കിട്ടാത്ത, പേരിന് മാത്രം നോമ്പെടുത്തവരായിരിക്കും അവർ. കേവലം ഫിഖ്ഹി നോമ്പിന്റെ ആളുകളായിരിക്കും. റമദാനിന്റെ ഒരു നന്മയും നേടിയെടുക്കാൻ അവസരം കിട്ടാതെ പോയ, റമദാൻ ഗുണപരമായ ഒരു സ്വാധീനവും ചെലുത്താത്ത ജീവിതത്തിന്റെ ഉടമകളായി മാറുന്ന അത്തരം ഹതഭാഗ്യരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒന്നും ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് റമദാനിൽ നോമ്പെടുക്കാൻ ആവശ്യപ്പെട്ടു. തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. നമ്മളെ ആരെയും പട്ടിണിക്കിട്ട് പ്രയാസപ്പെടുത്താനല്ല പടച്ചവൻ നമ്മോട് നോമ്പെടുക്കാൻ കൽപ്പിച്ചത്. പടച്ചവൻ അതിൻ്റെ കൊണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ തന്നെ ദുനിയവിയും ഉഖറവിയുമായ ജീവിതത്തിന്റെ വിജയത്തിന് അനിവാര്യമായ തഖ്വ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ പടച്ചവനെ സൂക്ഷിച്ചും അവനെ ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായും ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അള്ളാഹുവിന്റെ പരിധികൾ പാലിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ടും അവന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടും അവന്റെ പ്രതിഫലത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും ഒരു സത്യവിശ്വാസിക്ക് ജീവിക്കാനുള്ള പരിശീലനം എന്ന നിലക്കാണല്ലോ നോമ്പ് നമുക്ക് നാഥൻ നിശ്ചയിച്ചു തന്നത്. ആ അർത്ഥത്തിൽ ഈ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പ് എത്രത്തോളം എനിക്കും നിങ്ങൾക്കുമൊക്കെ പ്രയോജനപ്പെട്ടു എന്ന് ഈ റമദാനിന്റെ അവസാന നാളുകളിൽ നമ്മൾ ശാന്തമായി നമ്മെ വിലയിരുത്തണം. അതല്ല ഒരു പതിവ് ശീലത്തിന്റെ ആവർത്തനം മാത്രമായിരുന്നോ ഈ കടന്നു പോകുന്ന റമദാനും എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം. ഓർമ്മ വെച്ച നാള് മുതൽ ചെയ്തു വരുന്നതാണ്, അതുകൊണ്ട് ആ പതിവ് തെറ്റിക്കാതെ ഈ വർഷവും നോമ്പെടുത്തതാണോ നമ്മൾ? അതല്ലെങ്കിൽ സമുദായം മൊത്തം നോമ്പെടുത്തപ്പോ സമുദായത്തിന്റെ ഭാഗമായ ഞാനും അതിൽ പങ്കാളിയായതാണോ? റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച തറാവീഹും ഖിയാമുൽ ലൈലും ചെറുപ്പം മുതൽ തന്നെ ശീലിച്ചത് തുടർന്നു കൊണ്ടുപോയതാണോ? അങ്ങനെയൊക്കെയാണ് റമദാൻ കടന്നു പോകുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കുകയില്ല. റമദാൻ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ശവ്വാലും ദുൽഖഅദും ദുൽഹജ്ജും ഒക്കെയാണ്. ആ ശവ്വാലും ഷഅബാനിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഒന്നും നേരത്തെ പറഞ്ഞ നോമ്പെടുത്തത് കൊണ്ട് ഉണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ആരാധനകളുടെ ലക്ഷ്യനിർണയം വലിയ ഒരു സംഗതിയാണ്. നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളുടെ ലക്ഷ്യനിർണയം വളരെ പ്രധാനമാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റണം, പടച്ചവനെ നിന്നെ ഭയന്നുകൊണ്ടാണ് ഞാൻ ആ അമല് ചെയ്തത്. പടച്ചവനെ വലി ഹുബ്ബിക്കയാറബ്, നിന്നോടുള്ള അങ്ങേറ്റത്തെ സ്നേഹമാണ് റബ്ബേ എന്നെ ആ അമല് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വലി നിബാക്കയാറബ്, നാഥ നിന്റെ തൃപ്തിയാണ് റബ്ബേ ഞാൻ അതുകൊണ്ട് ആഗ്രഹിച്ചത്. വലി ശുക്രിക്കയാറബ്, റബ്ബേ നീ എനിക്ക് ചെയ്തു തന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്രമാത്രം അനുഗ്രഹങ്ങൾ അനുഭവിച്ച് അതിന് നന്ദി കാണിക്കുന്നതിന് വേണ്ടിയാണ് നാഥ ഞാൻ നോമ്പെടുത്തത്. വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ
ചെയ്യുന്നവരാകാൻ. വലി ജന്നത്തിക്കയാറും, പടച്ചവനെ അവസാനം എനിക്ക് എത്തിച്ചേരാനുള്ള എന്റെ ആയുസിന്റെ മുഴുവൻ പരിശ്രമങ്ങളും കേന്ദ്രീകരിച്ചു നിർത്തുന്ന നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കിട്ടാൻ വേണ്ടിയാണ് റബ്ബേ ഞാൻ എന്റെ ഈ അമലുകളെയൊക്കെ ഞാൻ സ്വീകരിച്ചത്, ഞാൻ നിർവഹിച്ചത്. ഞാൻ പറയുന്നത് എല്ലാ അമലുകളെയും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ വിലയിരുത്തപ്പെടുക. അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാണ്ട് 27 രാപ്പകലുകൾ നമുക്കറിയാമല്ലോ, നമ്മൾ നമ്മെ തന്നെ പണിഞ്ഞ പകലിരവുകളായിരുന്നല്ലോ. പടച്ചവന്റെ കൽപ്പനകൾ പാലിക്കാൻ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമാകാൻ നമ്മുടെ ശരീരത്തെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ നമ്മെ പരിശീലിപ്പിക്കുകയായിരുന്നു നമ്മൾ ചെയ്തത്. റബ്ബിന്റെ തൃപ്തി ലഭിക്കുമെങ്കിൽ അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും എന്ന് നമ്മൾ പ്രായോഗികമായി തെളിയിച്ച പകലും രാവുകളുമാണ് കടന്നുപോയത്. അതിന് എന്റെ ശരീരം അല്പം പ്രയാസം സഹിച്ചാലും എനിക്ക് വിഷമമില്ല എന്നാണ് നമ്മൾ പടച്ചവന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചത്. ഈ ഒരു മനസ്സ് വളർത്തിയെടുക്കാനുള്ള തീവ്രമായ പരിശീലനത്തിനായിരുന്നു നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. മനുഷ്യന്റെ ഈ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ഒരുപാട് നിയമങ്ങൾ പടച്ചുണ്ടാക്കിയത് കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല നമ്മുടെ ജീവിത സംസ്കരണം എന്ന് പറയുന്നത്. ആ നിയമങ്ങളുടെ പഴുതുകൾ അടക്കുന്നതിന് വേണ്ടി വേറെ കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടും സാധിക്കുന്നതല്ല മനുഷ്യന്റെ സംസ്കരണം എന്ന് പറയുന്നത്. നിയമങ്ങളും വ്യവസ്ഥകളും പാലിക്കാൻ മനുഷ്യ മനസ്സുകളെ പാകപ്പെടുത്തിക്കൊണ്ട് വ്യക്തികളെയും അതുവഴി സമൂഹത്തിന്റെയും സംസ്കരണം സാധിക്കുന്ന ഒരു സംസ്കാരമാണ് ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. സകല കുറ്റകൃത്യങ്ങളും തടയാൻ നമ്മുടെ നാട്ടിൽ നിയമങ്ങൾക്കൊരു പഞ്ഞവുമില്ലല്ലോ. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും അർഹമായ ശിക്ഷ നൽകുന്ന വ്യവസ്ഥകളും പീനൽ കോഡുകളും ഒക്കെ ഉള്ള രാജ്യമാണ് നമ്മുടേത്. ആ നിർമ്മിച്ചു വെച്ച നിയമങ്ങളെ മറികടക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള നിയമത്തിന്റെ പഴുതുകൾ അടക്കുവാൻ വേണ്ടി പുതിയ നിയമങ്ങളും വ്യവസ്ഥകളും ഭേദഗതികളും ഒക്കെ ആ നിയമത്തിൽ തന്നെ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ല. സമൂഹം അച്ചടക്കമുള്ള സമൂഹമായി മാറുകയും ചെയ്യുന്നില്ല. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ ഏത് നിയമങ്ങളെയും മറികടക്കാനുള്ള വഴി അന്വേഷണത്തിലാണ് ഉണ്ടാവുക. നിയമത്തെ മറികടന്നും നിയമപാലകരെ മറച്ചുവെച്ചുമൊക്കെ എങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യാമെന്നാണ് കുറ്റവാളികൾ ആലോചിക്കുന്നത്. അഥവാ ഇനി പിടിക്കപ്പെട്ടാൽ തന്നെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ നേരത്തെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടാണ് പലരും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യനാക്കാൻ, മനുഷ്യനെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും തടയാൻ, അരുതായ്മകളിൽ നിന്നും മനുഷ്യൻ അകറ്റി നിർത്താൻ ശിക്ഷാ നിയമങ്ങൾക്കപ്പുറത്ത് മനുഷ്യന്റെ മനസ്സിൽ മാറ്റം വരുത്തിക്കൊണ്ടേ സാധ്യമാകൂ എന്ന് പഠിപ്പിച്ച ഒരു ദർശനമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധം ഈ ദുനിയാവിലെ നിയമങ്ങൾക്കും ശിക്ഷകൾക്കും അപ്പുറത്ത് എന്റെ എല്ലാ അനക്കങ്ങളും അടക്കങ്ങളും രഹസ്യങ്ങളും പരസ്യങ്ങളും സൂക്ഷ്മമായി അറിയുന്ന, മറക്കാനോ മറികടക്കാനോ സാധ്യമല്ലാത്ത റബ്ബിനെ കുറിച്ചുള്ള ശക്തമായ വിചാരം. ആ ബോധമാണല്ലോ പാതിരാവിൽ പരമരഹസ്യമായി പാലിൽ വെള്ളം ചേർക്കാൻ ആവശ്യപ്പെട്ട മാതാവിനോട് പ്രിയപ്പെട്ട ഉമ്മ ഖലീഫ അറിയില്ലെങ്കിലും അള്ളാഹു അറിയില്ലേ എന്ന് തിരിച്ചു ചോദിക്കാൻ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി, ഒരു ഗ്രാമീണ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചത് ആ ബോധമാണ്, റബ്ബിനെ കുറിച്ചുള്ള ആ ബോധമാണ്. ഈ ഒരു മനസ്സ് നേടിയെടുക്കാൻ, ഈ ഒരു മനസ്സ് വളർത്തിയെടുക്കാൻ, എന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ റബ്ബിന്റെ കൺമുന്നിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു നിമിഷവും എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന ആ ഉറച്ച ബോധം, ഈ ഒരു മനസ്സ് നേടിയെടുക്കാൻ പ്രിയമുള്ളവരെ നമ്മുടെ നോമ്പ് സഹായിച്ചോ എന്നാണ് ഞാനും നിങ്ങളും വിലയിരുത്തേണ്ടത്. റമദാനും നോമ്പും ഫലപ്രദമായോ എന്ന് വിലയിരുത്തേണ്ടത് അവിടെയാണ്. വിശന്നിട്ടും നമ്മൾ തിന്നാതിരുന്നത്, ദാഹിച്ച് വലഞ്ഞിട്ടും നമ്മൾ കുടിക്കാതിരുന്നത് നമ്മുടെ അടുത്ത് ആഹാരമില്ലാതിരുന്നത് കൊണ്ടല്ലല്ലോ, പടച്ചവൻ വിലക്കിയത് കൊണ്ട് മാത്രമാണല്ലോ നമ്മൾ അതിന് മുതിരാതിരുന്നത്. ഈ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ ഒരു കാര്യം ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കാൻ അഥവാ തമ്പുരാൻ തൃപ്തിപ്പെടാത്ത, റബ്ബ് വിലക്കിയ സകലിൽ നിന്നും വിട്ടുനിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നോമ്പിന്റെ ഈ മർമ്മം മനസ്സിലാക്കിക്കൊണ്ട് റമദാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മനസ്സ് നിലനിർത്തിക്കൊണ്ടു പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പ്രയാസപ്പെടുത്തണമെന്ന ഒരു ഉദ്ദേശവും അള്ളാഹുവിന് ഉണ്ടായിരുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ.
കഴിവിൽ കവിഞ്ഞത് കൽപ്പിക്കുക എന്നത് പടച്ചവന്റെ പോളിസിയല്ല. പടച്ചവന്റെ പോളിസിയല്ല അത്. നിങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകളിലൂടെ കടന്നുപോയി നോക്കൂ. നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൽ ബഖറയിലെ 2 ആയത്തുകളിൽ അല്ലാഹു ആവർത്തിച്ച ഇളവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആവർത്തിച്ച് പറയുന്ന ഇളവുകളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അസാധ്യമായത് അനുഷ്ഠിക്കാൻ നിർബന്ധിക്കുകയോ ശാഠ്യം പിടിക്കുകയോ ചെയ്യുന്ന ഒരു റബ്ബിനെ അല്ല അവിടെ നമ്മൾ കാണുന്നത്. നോമ്പനുഷ്ഠിക്കാൻ സാധിക്കാതെ വരുന്ന മനുഷ്യ ജീവിതത്തിലെ സാഹചര്യങ്ങളെയും പരിഗണിച്ച ഒരു പടച്ചവനെയാണ് ആ ആയത്തുകളിൽ നമ്മൾ കാണുന്നത്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങൾ യാത്രക്കാരോ രോഗികളോ ആണെങ്കിൽ ആ യാത്രയുടെയും രോഗത്തിന്റെയും ഒക്കെ പ്രയാസത്തോടൊപ്പം നോമ്പിന്റെ വിഷമവും കൂടി നിങ്ങൾ സഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചില്ല. ആ 2 അവസ്ഥയിലും അഥവാ നോമ്പ് കാര്യക്ഷമമായി അനുഷ്ഠിക്കാൻ സാഹചര്യം അനുവദിക്കാത്തിടത്ത് റമദാനിൽ തന്നെ അത് നിർവഹിക്കണമെന്ന് അല്ലാഹു പറയുന്നില്ല. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. മറ്റ് സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് സൗകര്യം പോലെ ആരോഗ്യമുള്ള അവസ്ഥയിൽ നിങ്ങൾക്കത് പകരം അനുഷ്ഠിക്കാനുള്ള അവസരം അല്ലാഹു നൽകിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദാര്യമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. ഇനി തീരെ നോമ്പെടുക്കാൻ കഴിയാത്ത വിധം പ്രായാധിക്യമോ മാറാരോഗമോ അനുഭവിക്കുന്നവരാണെങ്കിലോ, അഥവാ ഇനി നോമ്പെടുക്കാൻ ഒരു ആരോഗ്യം വീണ്ടെടുക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലാണ് അല്ലാഹുവിന്റെ അടിയാറുകളെങ്കിൽ അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരമായ ഇളവ് നൽകുകയാണ്. പകരം ഓരോ അഗതിക്കും ഒരു നോമ്പിന് ഒരു അഗതിക്ക് ആഹാരം നൽകിയാൽ മതി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. ഇനി അതിനും കഴിയാത്ത ഒരു ദരിദ്രനാണെങ്കിലോ, വാർദ്ധക്യത്തിന്റെ അവശതയിലെത്തിയിരിക്കുന്നു, രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, അതേസമയം അയാൾ ദാരിദ്ര്യത്തിന്റെ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലോ, ഈ ആഹാരം നൽകാൻ കഴിയാത്ത വിധം ദരിദ്രാവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ, സ്വന്തം ആഹാരത്തിന് തന്നെ സൗകര്യമില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അള്ളാഹു അതിനും അവരെ നിർബന്ധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നെങ്കിലും സൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയാണെങ്കിൽ അപ്പോൾ നൽകിയാൽ മതി എന്നാണ് ഇതിൽ നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, സാധാരണ സംഭവിക്കാറുള്ള 2 അവസ്ഥകളാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭാവസ്ഥയും മുലയൂട്ടൽ കാലവും ഒക്കെ. ഗർഭകാലത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് വഹനൻ അലാ വഹൻ, ക്ലേശത്തിന് മേൽ ക്ലേശം സഹിക്കുന്ന സമയം എന്നാണ്. അപ്പൊ സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന ഈ 2 അവസ്ഥകളിലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികളുടെ അതേ ഇളവ് തന്നെ നൽകിയിരിക്കുകയാണ്. അവർക്ക് 2 രീതിയിലുള്ള പകരങ്ങളും ആവാമെന്ന് മഹാന്മാരായ മുഹദ്ദിസുകൾ അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നുകിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാൻ നിർബന്ധിതമായ സാഹചര്യം മാറിയതിനു ശേഷം പകരം നോറ്റ് വീട്ടാം. അതേസമയം ആവർത്തിച്ചു വരുന്ന ഗർഭകാലങ്ങളും ആവർത്തിച്ചു വരുന്ന മുലയൂട്ടലുകളും ഒക്കെ അനുഭവിക്കുന്നവർക്ക് പകരം നോമ്പ് നോറ്റ് വീട്ടാതെ തന്നെ പ്രായശ്ചിത്തം ഫിദിയ നൽകിയാൽ മതി എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് പോലുള്ള, അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, അബ്ദുല്ലാഹിബ്നു ഉമറിനെ പോലുള്ള മഹാന്മാരായ സഹാബികൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഖുർആൻ ഏറ്റവും കൂടുതൽ അറിയുന്ന ഇമാമുൽ മുഫസ്സിരീൻ, മുഫസ്സിറുകളുടെ ഇമാം എന്ന് പറയുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതേ അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത്. എന്താണ് ഇവർ പകരം കൊടുക്കേണ്ട ഫിദിയ എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഫുഖഹാക്കൾക്കിടയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മുദ്ദാണെന്ന്, അതല്ല ഒരു സാഗ് ആണെന്നും ഒക്കെ അഭിപ്രായപ്പെട്ടവരുണ്ട്. ഒരു സാഗ് എന്ന് പറഞ്ഞാൽ 3 മുദ്ദാണ്, ഏകദേശം ഒരു 2.5 കിലോ ധാന്യം. പരിശുദ്ധ ഖുർആൻ ഫിദിയെ കുറിച്ച് പറഞ്ഞു, വഖലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ. നിങ്ങൾ ഒഴിവാക്കുന്ന നോമ്പിന് ഒരു അഗതിക്ക് ആഹാരം നൽകുവാൻ വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഒരാൾക്ക് ഒരു നേരം കഴിക്കുന്ന ഇടത്തരം ഭക്ഷണം, അല്ലെങ്കിൽ അയാൾ തന്റെ സ്വന്തം കുടുംബത്തെ ഊട്ടുന്ന ഭക്ഷണം എന്നാണ്. ആ അടിസ്ഥാനത്തിൽ ഒരഗതിക്ക് ഒരു നേരത്തെ ആഹാരമോ അതിനുള്ള സംഖ്യയോ നൽകുക എന്നതാണ് ഫിദിയ നൽകൽ എന്ന് പറയുന്നത്. 30 നോമ്പും നഷ്ടപ്പെട്ടവരാണെങ്കിൽ ഒരഗതിക്ക് 30 നേരത്തേക്കുള്ള, അതല്ലെങ്കിൽ 30 അഗതികൾക്ക് ഒരു നേരത്തേക്കുള്ള, അതല്ലെങ്കിൽ 10 അഗതികൾക്ക് 3 നേരത്തേക്കുള്ള, എങ്ങനെ വേണമെങ്കിലും നൽകാവുന്നതാണ്. എല്ലാം ഒരുപോലെയാണ്, ഫലത്തിലെല്ലാം ഒരുപോലെയാണ്. പ്രിയമുള്ളവരെ, ഞാനിത് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നേരത്തെ തന്നെ പറഞ്ഞ വാർദ്ധക്യം ബാധിച്ചവരോ, അല്ലെങ്കിൽ നിത്യരോഗികളായിരിക്കുന്നവരോ, അതല്ലെങ്കിൽ ഗർഭിണികളോ, അല്ലെങ്കിൽ മുലയൂട്ടൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരോ, ആ അർത്ഥത്തിൽ നോമ്പെടുക്കാൻ സാധിക്കാതെ വന്നവരുടെ കാര്യത്തിൽ പടച്ചവൻ നിശ്ചയിച്ച ഈ പകര സംവിധാനം നടപ്പിലാക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം സഹോദരങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, റമദാൻ അവസാനിക്കുന്നതോടുകൂടി നമ്മുടെയൊക്കെ മേൽ ബാധ്യതയായി തീരുന്ന ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചാണ്.
ഫിത്ർ സക്കാത്തിന്റെ പ്രാധാന്യം ഇനിയും വേണ്ട വിധം സമുദായം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങളും ആ കാര്യത്തിൽ മതിയായ ശ്രമങ്ങൾ ഇനിയും നടത്തുന്നുണ്ടോ എന്ന സംശയവും ന്യായമായും നമുക്കുണ്ട്. സമൂഹത്തിലെ ഏതാണ്ട് എല്ലാവർക്കുമുള്ള ബാധ്യതയാണ് ഫിത്ർ സക്കാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ധനികനും ദരിദ്രനുമൊക്കെ ഫിത്ർ സക്കാത്ത് നൽകാൻ കഴിയേണ്ടതാണ്. അതിന്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ, പെരുന്നാൾ ദിവസത്തേക്ക് തനിക്കും തന്റെ കുടുംബത്തിനും അന്നത്തിനുള്ള വക കഴിച്ച് ഒരു സാഴ് ഭക്ഷ്യവസ്തുവെങ്കിലും മിച്ചമുള്ളവരൊക്കെയും ഫിത്ർ സക്കാത്ത് നൽകണമെന്നാണ് ദീനിന്റെ കൽപ്പന. പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ തുഹറത്തുൽ ലിസായിം മിനൽ ലഗ്വി വറഫത്ത് വതുഹമത്തൻ ലിൽ മസാകീൻ. രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഫിത്ർ സക്കാത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് നോമ്പുകാരന്റെ ശുദ്ധീകരണമാണ്, തുഹറത്തുൽ ലിസായിമാണ്. അനാവശ്യങ്ങളിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നുമൊക്കെ മനുഷ്യ സഹജമായി എത്ര നമ്മൾ സൂക്ഷ്മത പുലർത്തിയാലും മനുഷ്യ സഹജമായി സംഭവിക്കാൻ സാധ്യതയുള്ള ദൗർബല്യങ്ങളിൽ നിന്നും ചെറിയ വീഴ്ചകളിൽ നിന്നൊക്കെ നോമ്പുകാരനെ ശുദ്ധീകരിക്കാൻ, നോമ്പിൽ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള അബദ്ധങ്ങളിൽ നിന്നും നോമ്പുകാരനെ ശുദ്ധീകരിക്കാൻ, അതോടൊപ്പം തുഹമത്തൻ ലിൽ മസാകീൻ ദരിദ്രർക്കുള്ള ഭക്ഷണമായിക്കൊണ്ടും മിസ്കീനുകൾക്കുള്ള ഭക്ഷണമായിക്കൊണ്ടും, ഇതേ ദരിദ്രരിൽ തന്നെ ദാനശീലം വളർത്താനും കൊടുക്കുന്ന സംസ്കാരം, കൊടുക്കാനുള്ള ഒരു മനസ്സ്, അത് എല്ലാവരിലും വളർന്നു വരണമെന്നാണല്ലോ ദീൻ താല്പര്യപ്പെടുന്നത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, സമൃദ്ധത്തിലും സമൃദ്ധിയിലും ഞെരുക്കത്തിലും ചെലവഴിക്കുന്നവർ എന്നാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, അല്ലേ? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അവന്റെ ആകാശഭൂമികളുടെ വിശാലമായ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും മത്സരിച്ച് മുന്നേറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു അവരുടെ അങ്ങനെ മത്സരിച്ച് മുന്നേറുന്നവരുടെ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, ക്ഷാമത്തിലും ക്ഷേമത്തിലും ചെലവഴിക്കുന്നവരാണ് അവർ. ആ സ്വഭാവത്തെയാണ് പരിശുദ്ധ ഖുർആൻ ഒന്നാമതായി എടുത്തു പറയുന്നത്. വർഷത്തിൽ ഒരു ദിവസമെങ്കിലും കൊടുക്കാനുള്ള ശീലം ദരിദ്രരിലും വളർന്നു വരട്ടെ. അങ്ങനെ ചെലവഴിക്കലിന്റെ മഹത്വവും മാധുര്യവും ദരിദ്രനും അനുഭവിക്കട്ടെ. അതേസമയം അവർ കൊടുത്തതിന്റെ എത്രയോ ഇരട്ടി അവർക്ക് ഇങ്ങോട്ട് കിട്ടിയേക്കും. അതുകൊണ്ടൊരു പ്രശ്നമില്ല. അമ്മാ ഗനിയ്യുക്കും ഫയുസക്കിഹില്ലാഹു വഅമ്മാ ഫഖീറുക്കും ഫയുറദ്ദുല്ലാഹു അലൈഹി അക്സറ മിമ്മാ അഅത. നിങ്ങളിലെ ധനികനെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ അള്ളാഹു അവരെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ ദരിദ്രരെ സംബന്ധിച്ചിടത്തോളം അവർ നൽകിയതിനേക്കാൾ കൂടുതൽ അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇമാം അഹ്മദും ഇബ്നു അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മൾ കാണുകയാണ്. അപ്പൊ സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ഒരിക്കലും സക്കാത്തുൽ മാലല്ല, മറിച്ച് അത് സക്കാത്തുൽ ജസദ് എന്നുകൂടി അതിന് പറയുന്നുണ്ട്. അത് ശരീരത്തിന്റെ സക്കാത്താണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത പരമ ദരിദ്രർ മാത്രമേ സക്കാത്തിന്റെ ഫിത്ർ സക്കാത്തിന്റെ ബാധ്യതയിൽ നിന്നും ഒഴിവാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അലാ ഇന്ന സക്കാത്തുൽ ഫിത്രി വാജിബത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വഅലാ കുല്ലി ദക്കറിൻ വഉൻസ വസഗീരിൻ വകബീരിൻ വഹുരിൻ വഅബ്ദിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത് നിർബന്ധമാണ്. എല്ലാ മുസ്ലിമിനും, പിറന്ന പിഞ്ചു കുഞ്ഞിന് പോലും, കുഞ്ഞിന്റെ പേരിൽ പോലും സക്കാത്ത് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അലാ കുല്ലി ദക്കറിൻ വഉൻസ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും അടിമക്കും ഉടമക്കും എല്ലാവർക്കും എന്ന് മാത്രമല്ല, നമ്മളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ റമദാനിലെ നോമ്പ് പടച്ചവനിലേക്ക് ഉയരുന്നത് ഫിത്ർ സക്കാത്ത് നൽകുമ്പോഴാണ് എന്നും ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സൗമു ശഹ്രി റമദാൻ മുഹല്ലഖും ബൈന സമാഇ വൽ അർദ് വലാ യുർഫഉ ഇല്ലാ ബി സക്കാത്തിൽ ഫിത്ർ. റമദാനിലെ നോമ്പ് ആകാശഭൂമികൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുമെന്നും വലാ യുർഫഉ ഇല്ലാ ബി സക്കാത്തിൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് മുഖേനയല്ലാതെ അത് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല എന്നും. പ്രിയമുള്ളവരെ, ഹിജ്റ 2-ാം വർഷം നോമ്പ് നിർബന്ധമാക്കിയ അവസരത്തിൽ തന്നെ വിശ്വാസികൾക്ക് മേൽ ഫിത്ർ സക്കാത്തും നിയമമാക്കപ്പെട്ടതാണ്. റമദാൻ അവസാനിക്കുന്നതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയുള്ള ഏക കർമ്മം അത് ഫിത്ർ സക്കാത്ത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കും. റമദാൻ ആരംഭിച്ചത് മുതൽ തന്നെ ആ ഫിത്ർ സക്കാത്ത് കൊടുക്കാമെന്നാണ് പല ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാന്മാരുടെ അഭിപ്രായം. മഹാഭൂരിപക്ഷം ഫുഖഹാക്കളും പെരുന്നാളിന്റെ 2 ദിവസം മുമ്പ് കൊടുക്കലാണ് ഉചിതം എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. കാനു യുഅദൂനഹ ഖബ്ല ഫിത്ർ ബിയൗമിൻ ഔ യൗമൈൻ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചിടത്തോളം റമദാനിന് മുമ്പ് നൽകിയാൽ ഫിത്ർ സക്കാത്ത് സാധുവാകുമെന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ എല്ലാവരും യോജിച്ച ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഖണ്ഡിതമായ അഭിപ്രായം എന്ന് പറയുന്നത്, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ
പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് തന്നെ അത് കൊടുത്തു വീട്ടണം എന്ന കാര്യമാണ്. അതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് നൽകുകയാണെങ്കിൽ അതാണ് ഫഹിയ സകാത്തുൻ മഖ്ബൂല, സ്വീകരിക്കപ്പെടുന്ന സകാത്ത് അതാണ്. ഇനി വമൻ അദ്ദാഹ ബഅദ സ്വലാ ഫഹിയ സദഖത്തുൻ മിന സദഖാത്ത്. ഇനി നമസ്കാരത്തിന് ശേഷം ആരെങ്കിലും നൽകാൽ അത് സകാത്തായി പരിഗണിക്കുകയില്ല, മറിച്ച് സദഖകളിൽ ഒരു സദഖ മാത്രമായിട്ട്, ദാനത്തിൽ ഒരു ദാനം മാത്രമായിട്ട് അത് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തുമൊക്കെ ഫിത്ർ സക്കാത്തിന്റെ കാര്യത്തിലും മറ്റ് സക്കാത്ത് സംവിധാനം പോലെ തന്നെ സംഘടിതമായി ശേഖരിക്കുകയും വിതരണമായി സംഘടിതമായി തന്നെ അത് വിതരണം നടത്തുകയും ചെയ്യുന്ന ഒരു രൂപമായിരുന്നു അതിനുണ്ടായിരുന്നത്. സക്കാത്തിന്റെ ആത്മാവിനോട് പൊരുത്തപ്പെടുന്ന രീതിയും അത് തന്നെയാണ് എന്ന് സമുദായം ഇനിയും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ മഹല്ലുകൾ മനസ്സ് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നടപ്പാക്കാവുന്ന ഒരു സംഗതിയാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് മഹല്ലുകൾ ആ രീതിയിൽ മുന്നോട്ട് വരികയും വളരെ വ്യവസ്ഥാപിതമായി ആ സംവിധാനം നിലനിർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പെരുന്നാൾ ദിവസത്തിൽ അത്രയും മനോഹരമായ ഒരു സുദിനത്തിൽ ഈ സമുദായത്തിലെ ദരിദ്രരും ദുർബലരും ഒക്കെ തെണ്ടി നടക്കുന്ന ഒരു സംവിധാനമായി ഫിത്ർ സക്കാത്ത് മാറിയത് അതിന്റെ ചൈതന്യത്തിന് വിരുദ്ധമായി സമുദായ നേതൃത്വം അതിനെ ചക്കാത്തായി മാറ്റിയത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. യാചന ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പടച്ച റബ്ബ് ഈ സംവിധാനം ഉണ്ടാക്കിയത്. യാചന ഇല്ലാതാക്കാൻ, അല്ലെ? ഈ ദിനം, പെരുന്നാൾ ദിവസത്തിൽ ജനങ്ങൾക്കിടയിൽ കറങ്ങി നടക്കുന്നതിൽ നിന്നും നിങ്ങൾ അവരെ ഐശ്വര്യവാന്മാരാക്കുക എന്ന് പറയുമ്പോ, ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മൾ കാണുമ്പോ, യാചന ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനം യാചനയുടെ പ്രചരണത്തിന് വേണ്ടി ആയിപ്പോയി എന്നത് എന്തൊരു ദുര്യോഗമാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. അഥവാ യാചനയുടെ വാതിൽ തുറക്കാനല്ല ഫിത്ർ സക്കാത്ത്, മറിച്ച് യാചിക്കേണ്ട സാഹചര്യം സമുദായത്തിൽ ഇല്ലാതാക്കുകയാണ് ഫിത്ർ സക്കാത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച സ്വഭാവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുലഫാഉർ റാഷിദുകളും ഒക്കെ പ്രയോഗവൽക്കരിച്ച രൂപത്തിൽ സക്കാത്തിന്റെയും ഫിത്ർ സക്കാത്തിന്റെയും അതുപോലെയുള്ള ദീനി കൽപ്പനകളുടെയും ഒക്കെ കാര്യത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തിനും സമുദായ നേതൃത്വത്തിനും മഹല്ല് നേതൃത്വങ്ങൾക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച എല്ലാ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام. صلى الله على من لا نبي بعده وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين وجعلنا معهم يا أرحم الراحمين. أيها الإخوان والأخوات، أوصيكم ونفسي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് പടച്ചറപ്പിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി അവസാന ശ്വാസം വരെയും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നോ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. റമദാനിന്റെ അവസാന വെള്ളിയാഴ്ചയാണ്. 2-3 കാര്യങ്ങൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചകളിലും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ സാമ്പത്തിക സമാഹരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, സഹോദരി സഹോദരങ്ങൾ സാധ്യമാകുന്ന വിധം എല്ലാ ആവശ്യങ്ങളോടും വളരെ മനോഹരമായി തന്നെ പ്രതികരിക്കുന്നു എന്നാണ് ആ കളക്ഷന്റെ വിവരം അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് നമ്മൾ നടത്തുന്ന കളക്ഷൻ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ് എന്ന പേരിൽ, APCR എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. കഴിഞ്ഞ റമദാനിലും നമ്മൾ അവർക്ക് വേണ്ടി കളക്ഷൻ നടത്തിയിരുന്നു. അതൊരു ലീഗൽ സെല്ലാണ്, പ്രഗത്ഭരായ അഭിഭാഷകരുടെ ഒരു സെല്ലാണ്. പലരും സ്വമേധയാ വളണ്ടറി സർവീസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ നിരപരാധികളായ, ജയിലിലടക്കപ്പെട്ട നിരപരാധികൾക്ക് വേണ്ടി കള്ളക്കേസുകളിൽ കൊടുക്കപ്പെട്ട് വിചാരണ അനന്തമായി നീണ്ടുപോവുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ വിവിധ ജയിലറകളിൽ ജീവിതം ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, യുവത്വം ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിലെ ചെറുപ്പവും ഈ സമുദായത്തിലെ മക്കളുമൊക്കെ
അവർക്ക് വേണ്ടി നിയമസഹായം നൽകിക്കൊണ്ടിരിക്കുന്ന, അവർക്ക് വേണ്ടി കോടതികളിൽ നിയമപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ജാമ്യത്തിന് വേണ്ടിയും ആ കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്, ലീഗൽ സംവിധാനമാണ് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ലീഗൽ സിവിൽ റൈറ്റ്സ് എന്ന പേരിൽ APCR എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1000-ഓളം കേസുകൾ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് നിരപരാധികൾക്ക് അവരുടെ ഇടപെടൽ വഴി ജാമ്യം നേടിയെടുക്കാനും കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംവിധാനത്തിന് നമ്മളെല്ലാ റമദാനിലും അവസാന വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ കളക്ഷൻ നടത്തുന്ന ഒരു വരുമാനമാണ് അതിന്റെ ആവശ്യത്തിനുള്ളത്. എനിക്കറിയാമല്ലോ, കോടതിയിലൊക്കെ ഒരു കേസ് ഫയൽ ചെയ്യാനും അതുമായി മുന്നോട്ട് പോകാനൊക്കെ വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. മാന്യ സഹോദരങ്ങൾ, ആ സംവിധാനത്തെയും ശക്തിപ്പെടുത്താൻ സാധ്യമാകുന്ന വിധം സഹകരിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് ഈദ് നമസ്കാരത്തെ കുറിച്ചാണ്, പെരുന്നാൾ നമസ്കാരത്തെ കുറിച്ചാണ്. പെരുന്നാൾ ആഘോഷത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ ഒരു സുന്നത്താണ് സ്വലാത്തുൽ ഈദ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രമാണ് സ്വലാത്തുൽ ഈദ് പള്ളിയിൽ വെച്ച് നിർവഹിച്ചിരിക്കുന്നത്. അന്നഹും അസാബഹുൽ മാ ഫീ മതർ, മൈതാനം മഴ മൂലം മൈതാനത്ത് വെള്ളം കെട്ടി നിന്ന ഒരു സന്ദർഭത്തിൽ മാത്രമാണ് റസൂലുള്ളാഹി പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചതായി ഹദീസുകൾ നമ്മൾ കാണുന്നത്. ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും റസൂലുള്ളാഹി പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത് മൈതാന മധ്യത്തായി, മൈതാനങ്ങളിലായി. എന്നാൽ ആർത്തവകാരികളായ സ്ത്രീകളെ പോലും ആ പെരുന്നാൾ നമസ്കാര സ്ഥലങ്ങളിൽ ഈദ്ഗാഹിലേക്ക് വരാൻ അനുവദിച്ചിരുന്നു. അവർ നമസ്കരിക്കേണ്ടതില്ല, എന്നാൽ അതേസമയം യശ്ഹദുൽ ഖൈർ, ആ നന്മയിൽ അവർ പങ്കാളികളാകട്ടെ, വദഅവത്തുൽ മുസ്ലിമീൻ, ഈ വിശ്വാസികളോടുള്ള ഉത്ബോധനത്തിൽ അവർക്കും പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന രീതിയിൽ അവരെ പോലും പങ്കെടുപ്പിക്കാൻ റസൂലുള്ളാഹി ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അപ്പൊ ആ ഒരു സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ സുന്നത്തിന്റെ പ്രചാരണവും സമുദായത്തിൽ ഇനിയും വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഏതാനും വർഷങ്ങളായി വളയംകുളം സ്കൂൾ ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇത്തവണ ഇൻഷാ അല്ലാഹ് 6:45-നാണ് നമസ്കാരം എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. പരമാവധി ഈദ്ഗാഹിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധ്യമാകുന്ന അളവിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത്. ഫിത്ർ സക്കാത്ത് സംഘടിതമായി ശേഖരിച്ചു വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല മഹല്ലുകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടും അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 100 രൂപയാണ് ഒരാളുടെ വിഹിതമായി നിശ്ചയിച്ചിരിക്കുന്നത്. പള്ളി ഭാരവാഹികളുമായോ ബന്ധപ്പെട്ട ആളുകളുമായോ കൊണ്ടോ അത് നിർവഹിക്കാവുന്നതാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. റമദാൻ അവസാനിക്കുമ്പോൾ നമ്മൾ ധാരാളമായി നമ്മുടെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പടച്ചവനോട് പങ്കുവെച്ച് മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി, അയ്തക്കും മിനന്നാറിന് വേണ്ടി, ദഹലൽ ജന്ന, സ്വർഗപ്രവേശനത്തിന് വേണ്ടിയൊക്കെ ധാരാളമായി പ്രാർത്ഥിക്കേണ്ട അവസാന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സന്ദർഭത്തിന്റെ ഗൗരവവും പ്രാധാന്യവും പരിഗണിച്ചുകൊണ്ട് ആ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത എല്ലാ അമലുകളും നമ്മളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവനെ, ഒരുപാട് അമലുകൾ ഈ റമദാനിന് ശേഷവും അതിനു മുമ്പും അതുപോലെ റമദാനിലും ഒക്കെ നമ്മൾ ധാരാളമായി നിർവഹിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ അമലുകൾ അതിലുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്, ഈ റമദാനിന്റെ അവസാന വെള്ളിയാഴ്ച ഈ പള്ളിയിൽ നിന്നുകൊണ്ടിരുന്നു കൊണ്ട് എന്നോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, പടച്ചവനെ അതൊക്കെ ഞങ്ങൾ സ്വീകരിക്കണം റബ്ബേ, അതൊക്കെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റബ്ബേ. തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾ ചെയ്ത അമലുകളിൽ തന്നെ അല്ലാഹുവേ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടാകും, മനുഷ്യ സഹജമായ ഒരുപാട് ദൗർബല്യങ്ങൾ കൊണ്ട് പല അപാകതകളും വന്നു പോയിട്ടുണ്ടാവും. പടച്ചവനെ, അതൊക്കെയും ആ പോരായ്മകളൊക്കെയും അർഹമുറാഹിമിനായ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണം റബ്ബേ. നിനക്ക് മാത്രമാണ് അതിലൊക്കെ തീരുമാനമെടുക്കാനുള്ള കഴിവുള്ളത് റബ്ബേ. എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കാൻ കഴിയുന്നവൻ നീ മാത്രമാണ് റബ്ബേ. അല്ലാഹുവേ, ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, അതൊക്കെയും ഞങ്ങൾക്ക് നീ പുറത്തു തരണം റബ്ബേ. നിന്റെ റസൂല് ഞങ്ങൾക്ക് പഠിപ്പിച്ചതുപോലെ നാളെ സ്വർഗത്തിലെത്തുമ്പോ 8 കവാടങ്ങളിൽ ഒരു കവാടം, അയിന സാഹിബോൻ എന്ന് വിളിച്ചു ചോദിക്കുമ്പോ ബാബു റയ്യാൻ എന്ന് പറയുന്ന കവാടം, നോമ്പുകാരെ പ്രവേശിപ്പിക്കാൻ വേണ്ടി നീ നിന്റെ സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കവാടം, അയിന സാഹിബോൻ, എവിടെ നോമ്പുകാർ എന്ന് വിളിച്ചു ചോദിക്കുമ്പോ പടച്ചവനെ, ആ ചോദ്യം കേട്ട് എഴുന്നേറ്റ് നിൽക്കാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണേ അല്ലാഹ്. പടച്ചവനെ, ആ ചോദ്യത്തിന് അനുകൂലമായി ഉത്തരം നൽകി ആ റയ്യാനാകുന്ന കവാടത്തിലൂടെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം പടച്ചവനെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പലരും രോഗികളാണ്, പലരും വാർദ്ധക്യത്തിന്റെ അവശതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എല്ലാ വൈദ്യശാസ്ത്രത്തിനും അപ്പുറത്താണ് നാഥാ നിന്റെ വൈദ്യശാസ്ത്രം. അല്ലാഹുവേ, അവരും ഞങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങൾക്കും റബ്ബേ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥാ. ആഫിയത്തും ആയുസ്സും ദീർഘായുസ്സും അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ.
അർഹമുർ-റാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബന്ധുമിത്രാദികൾ പലരും, വേണ്ടപ്പെട്ടവർ പലരും അല്ലാഹുവേ നിന്നിലേക്ക് വന്നിട്ടുണ്ട്. പടച്ചവനെ, അവരോടൊക്കെ നീ കരുണ കാണിക്കണേ അല്ലാഹ്. പടച്ചവനെ, പടച്ചവനെ, അവരുടെ ബർസഖ് നീ വിശാലമാക്കി കൊടുക്കണം അല്ലാഹ്. അല്ലാഹുമ്മ വസ്സിഅ ഖുബൂറനാ വ ഖബൂറഹും യാ അർഹമർ റഹീമീൻ. പടച്ചവനെ, മരണം നിന്റെ തൃപ്തിയോടുകൂടി ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള അവസരം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവസാനം റൂഹ് പിരിയുമ്പോ പടച്ചവനെ, നിന്നെ തൃപ്തിപ്പെട്ട അവസ്ഥയിൽ നിന്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് പടച്ചവനെ, ഈ ദുനിയാവിനോട് വിട പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും ബന്ധുക്കളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന വകലാമി വാലിദീന ഇൻദൽ മൗതി മഅൽ ഈമാനി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തവഫനാ വഅഹ്ലനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. പടച്ചവനെ, ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും ഞങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെ പടച്ചവനെ ഖബർ ജീവിതം നീ നന്നാക്കി തരണേ അല്ലാഹ്. നിന്റെ മലായിക്കത്തുകൾ വന്നുകൊണ്ട്, മുൻകർ നക്കീർ വന്നുകൊണ്ട് ഞങ്ങളോട് ഞങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച്, ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ച് ഞങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ പടച്ചവനെ, ആ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് ഏറ്റവും മനോഹരമായി ശരിയായ ഉത്തരം നൽകാൻ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളെയും ഞങ്ങളെയും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ചുകൊണ്ട് ബർസഖി ജീവിതം കഴിച്ചു കൂട്ടുവാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, നാളെ നിന്റെ മഹ്ശറിൽ കോടാനുകോടി ജനങ്ങൾ പടച്ചവനെ, നിന്റെ സൃഷ്ടിജാലങ്ങൾ നിന്റെ മഹ്ശറിൽ വിചാരണ കാത്ത് വിയർത്തൊലിച്ച് വിങ്ങിപ്പൊട്ടുമ്പോ അല്ലാഹുവേ, നിന്റെ അർശിന്റെ തണൽ വിരിക്കുന്ന സൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ വിചാരണ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും പടച്ചവനെ അല്ലാഹുമ്മ ഹാസിബ്നാ വഹാസിബ്ഹും ഹിസാബൻ യസീറൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഹാസിബ്നാ വഹാസിബ്ഹും ഹിസാബൻ യസീറൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നാളെ നരലോകത്ത് വെച്ച് മഹ്ശറിൽ വിചാരണയിൽ പടച്ചവനെ കർമ്മ പുസ്തകങ്ങൾ, ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ റെക്കോർഡുകൾ ഞങ്ങൾക്ക് നൽകുമ്പോ, ഞങ്ങളത് ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ അല്ലാഹുവേ, രണ്ട് വിഭാഗമായി മനുഷ്യർ വേർതിരിക്കപ്പെടുമെന്ന് നിന്റെ ഖുർആൻ ഞങ്ങൾക്ക് അറിവ് നൽകുമ്പോ അല്ലാഹുവേ, വലത് കയ്യിൽ ഗ്രന്ഥം വാങ്ങാനുള്ള ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. അല്ലാഹുവേ, വലത് കയ്യിൽ ഗ്രന്ഥം വാങ്ങി വളരെ ലഘുവായ വിചാരണയ്ക്ക് വിധേയമാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ പടച്ചവനെ ഞങ്ങളുടെ പ്രതീക്ഷയാണ്, ഞങ്ങളുടെ സ്വപ്നമാണ്. ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്പെടുന്ന മക്കളായി ഞങ്ങളുടെ മക്കളെ വളർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. പൈശാചികതയുടെ വേലിയേറ്റം നടക്കുന്ന പ്രലോഭനങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് റബ്ബേ, അതിനൊക്കെ അതിജീവിക്കാനുള്ള, അതിനൊക്കെ മറികടക്കാനുള്ള ഈമാനികമായ കരുത്തും ശേഷിയും തത്വയും നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. പെൺകുട്ടികളുടെ ചാരിത്രം ചോദ്യം ചെയ്യപ്പെടുന്ന, ചാരിത്രത്തിന് വില കൽപ്പിക്കാത്ത ഒരു ലോകത്തും സാമൂഹ്യ സാഹചര്യത്തിലും ആ ചാരിത്രം വെല്ലുവിളിക്കപ്പെടുന്ന കാലത്തും ജീവിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് റബ്ബേ, അവരുടെ ചാരിത്രം സംരക്ഷിക്കാനുള്ള കെൽപ്പും കരുത്തും നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, അല്ലാഹുമ്മ ജഅൽ ഔലാദിന ഔലാദൻ സ്വാലിഹൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ജഅൽ ഔലാദിന ഔലാദൻ സ്വാലിഹൻ യാ റബ്ബൽ ആലമീൻ. ഇരു ലോകത്തും മക്കൾ പ്രയോജനപ്പെടുന്ന അവസ്ഥ പടച്ചവനെ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, നോമ്പുകാരന്റെ പ്രാർത്ഥന അല്ലാഹുവേ നീ തള്ളരുത് റബ്ബേ. നിന്റെ ഭവനത്തിൽ വെച്ച് ഈ റമദാനിന്റെ അവസാന വെള്ളിയാഴ്ച ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾ അല്ലാഹുവേ നീ സ്വീകരിക്കണം റബ്ബേ. ഞങ്ങളോട് നീ കരുണ കാണിക്കണം അല്ലാഹ്. അല്ലാഹുമ്മ റഹം അബീദുക ഫിസ്സുജൂനി യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, ഈ നാട്ടിൽ ഞങ്ങളുടെ രാജ്യത്ത് റബ്ബേ ചെയ്ത തെറ്റെന്തെന്നറിയാതെ വിചാരണ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ജയിലുകളിൽ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലാഹ്. അവരോട് നീ കരുണ കാണിക്കണം റബ്ബേ. ഞങ്ങളെപ്പോലെ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ, കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കഴിയാതെ നിരപരാധികളായ ചെറുപ്പക്കാർ ധാരാളമായി ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അല്ലാഹുവേ, അല്ലാഹുമ്മ റഹം അബീദുക ഫിസ്സുജൂനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ പടച്ചവനെ മുസ്ലിമായി പോയതിന്റെ പേരിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അല്ലാഹുവേ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാഹ്. പലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് നിനക്കറിവുള്ളവനാണ് റബ്ബേ. അല്ലാഹുമ്മ അൻത അഅലമു അഹ്വാലഹും യാ റബ്ബൽ ആലമീൻ. اللهم أنت أعلم أحوالهم يا رب العالمين. اللهم أصلح أحوالهم يا أرحم الراحمين. اللهم إننا
മദദിന ഐദീന ഇലൈക്. പടച്ചവനെ ഞങ്ങൾ നിന്നിലേക്ക് കൈ ഉയർത്തുന്നത് അവർക്കും കൂടി വേണ്ടിയാണ് റബ്ബേ. ഫലാ തറുദ്ദനാ ഖായിബീൻ ഫലാ തറുദ്ദനാ ഖായിബീൻ. അല്ലാഹുവേ യാ മുൻസിലൽ ഖിതാബ് വയാ മുജ്രിയ സഹാബ് വയാ ഹാസിമൽ അഹ്സാബ്. പടച്ചവനെ അല്ലാഹുവേ നിന്റെ ശിക്ഷ അല്ലാഹുവേ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മേൽ നീ ഇറക്കണം റബ്ബേ. ജൂത സമൂഹം റബ്ബേ പടച്ചവനെ സയനിസ്റ്റുകളുടെ ക്രൂരതകൾ നീ അവസാനിപ്പിക്കണേ അല്ലാ. നിന്റെ ഇടപെടൽ പടച്ചവനെ പലസ്തീനിലെ ഗസയിലെ മക്കളുടെ കാര്യത്തിൽ പടച്ചവനെ നിന്റെ ഇടപെടലുകൾക്ക് റബ്ബേ താമസം വരുത്തരുതേ അല്ലാ. പടച്ചവനെ അവരോട് നീ കരുണ കാണിക്കണേ അല്ലാ. പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന പടച്ചവനെ ദുരിതമനുഭവിക്കുന്ന ജനതയോട് അല്ലാ അവർക്ക് നീ അന്നം നൽകണേ അല്ലാ. അവരെ നീ സംരക്ഷിക്കണേ റബ്ബേ. പടച്ചവനെ ജൂതന്മാരുടെ കുതന്ത്രങ്ങൾ നീ തകർക്കണേ അല്ലാ. ആകാശലോകത്ത് അവരുടെ മേൽ അദാബ് വീഴ്ത്തണേ അല്ലാ. ഭൂമിക്കടിയിൽ അവർ നിന്ന് അവരുടെ കാലുകൾക്കടിയിൽ നിന്ന് റബ്ബേ ഭൂമിയെ വിറപ്പിക്കണേ അല്ലാ. പടച്ചവനെ മസ്ജിദുൽ അഖ്സ വിശ്വാസികളുടെ ആദ്യ ഖിബ്ല പടച്ചവനെ വിശ്വാസികൾക്ക് പ്രവേശനം ലഭിക്കുന്ന ഒരു സ്വപ്നം, ഒരു സുന്ദരമായ ദിവസം, ജൂത പട്ടാളത്തിന്റെ സാന്നിധ്യമില്ലാതെ നിന്റെ ഭവനത്തിൽ നിന്റെ അടിയാറുകൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയുന്ന ഒരു നാളെ പടച്ചവനെ കണ്ണിൽ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. വിശുദ്ധ മസ്ജിദിനെ വിശുദ്ധ ഖുദ്സിനെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ആഫിയത്തും കരുത്തും ഇസ്തിഖാമത്തും സ്വബറും നൽകണേ അല്ലാ. പടച്ചവനെ അവരുടെ സംഘത്തെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. അവർക്ക് നീ കരുത്തു നൽകണേ അല്ലാ. മസ്ജിദുൽ അഖ്സയുടെ വിമോചനത്തിന് വേണ്ടി ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി അവർക്ക് നീ പടച്ചവനെ നിന്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യം കൊണ്ട് അവരെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. അവരുടെ രോഗികളോട് നീ ശിഫ നൽകണേ അല്ലാ. ആ കുട്ടികളോട് നീ കരുണ കാണിക്കണേ റബ്ബേ. അവരുടെ സ്ത്രീകളെ നീ സംരക്ഷിക്കണേ അല്ലാ. അവർക്ക് നീ പടച്ചവനെ അവരുടെ ഷഹാദത്തുകൾ നീ സ്വീകരിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉയർന്ന പദവി നൽകിയല്ല അവരെ നീ അനുഗ്രഹിക്കണം ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങൾക്ക് നിന്നോട് അവസാനമായി ചോദിക്കാനുള്ളത്, നിന്നോട് അവസാനമായി ഞങ്ങൾക്ക് യാചിക്കാനുള്ളത് അല്ലാ ഞങ്ങളെയും അവരെയും പടച്ചവനെ നിന്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. പടച്ചവനെ നിന്റെ ഹബീബായ റസൂലിന്റെ കൈകൾ കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ ആ സൗഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കൽബിനെ നീ ശുദ്ധീകരിച്ചു തരണം റബ്ബേ. ഒരുപാട് കൽബിനെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളെ കുറിച്ച് നീയും നിന്റെ റസൂലും ഞങ്ങൾക്ക് അറിവ് നൽകിയിട്ടുണ്ട് ദാദാ. റിയായിൽ നിന്ന്, കിബറിൽ നിന്ന്, ഹസദിൽ നിന്ന്, ബുഖലിൽ നിന്ന്, നിഫാഖിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളുടെയൊക്കെ കൽബുകളെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ തഹ്ഹിർ ഖുലൂബനാ മിനൻ നിഫാഖി വൽറിയാഇ വൽകിബ്രി വൽഹസദി വൽബുഖലി വശ്ശിർകി യാ മുതഹ്ഹിറൽ ഖുലൂബ്. റബ്ബനാ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم أجر والدينا من النار. اللهم أجر والدينا وأقربائنا من النار وأدخلنا الجنة مع الأبرار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معصيتك ومن اليقين ما تهون به مصائب الدنيا ومتعنا اللهم بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل صغرنا على من ظلمنا. اللهم لا تسلط علينا من لا يخافك ولا يرحمنا. اللهم لا تدع لنا ذنبا إلا غفرته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها ويسرتها يا رب العالمين. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا يوم القيامة. اللهم اجعلنا ممن رضي عنهم شهر رمضان. اللهم اجعلنا ممن رضي عنهم شهر رمضان ولا تجعلنا ممن خصمهم يا رب العالمين. اللهم تقبل اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.